ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു സിറ്റി യൂണിയൻ ബാങ്കിന്റെ 120ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾ ചെന്നൈയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുമായി ചേർന്ന് സെമി കണ്ടക്ടർ മേഖലയിൽ മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ ലോകം സന്നദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഞ്ചാബിൽ പ്രളയക്കെടുതി രൂക്ഷം. സംസ്ഥാനത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര സർക്കാർ. ഉത്തരാഖണ്ഡിലും മഴക്കെടുതികളിൽ ജനജീവിതം ദുരിതത്തിൽ. യമുന നദിയിൽ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക്. പ്രളയ മുന്നറിയിപ്പ് നൽകി ഡൽഹി സർക്കാർ. ഓണാഘോഷ തിരക്കിൽ കേരളം. തിരുവോണത്തിന് ഇനി 3 നാൾ മാത്രം. സംസ്ഥാനത്ത് ഓണവിപണി സജീവം. US ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. തമിഴ്നാട് സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചെന്നൈയിൽ സിറ്റി യൂണിയൻ ബാങ്കിന്റെ 120ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയെ രാഷ്ട്രപതി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവാരൂരിൽ നടക്കുന്ന തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 10ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഇന്ത്യയുമായി ചേർന്ന് സെമി കണ്ടക്ടർ മേഖലയിൽ മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ ലോകം സന്നദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമിക്കോൺ ഇന്ത്യ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. दुनिया भर में सेमीकंडक्टर से जुड़े एक्सपर्ट्स हैं. 40-50 से ज्यादा देशों का यहाँ रिप्रेजेंटेशन है और भारत की इनोवेशन और यूथ पावर भी यहाँ नजर आ रही है. और ये जो कॉम्बिनेशन बना है उसका एक ही मैसेज है. The world trusts India, believes in India, and the world is ready to build the semiconductor future with India. എണ്ണയെ കറുത്ത സ്വർണം എന്ന് വിശേഷിപ്പിച്ചിരുന്നത് പോലെ ചിപ്പുകളെ ഡിജിറ്റൽ വജ്രങ്ങളായാണ് ഇപ്പോൾ കണക്കാക്കുന്നതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തിയത് എണ്ണയാണെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ ആ സ്ഥാനം ചിപ്പുകൾക്കാണ്. ലോകത്തിന്റെ പുരോഗതി ത്വരിതപ്പെടുത്താൻ അവയ്ക്ക് ശക്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചതിനു ശേഷം ലോകം ഇന്ത്യയെ പൂർണ്ണ വിശ്വാസത്തോടെയാണ് നോക്കുന്നതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ബീഹാർ രാജ്യ ജീവിക നിധി സഹകാരി സംഘ് ലിമിറ്റഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി തുടക്കം കുറിച്ചു. ഗ്രാമീണ സ്ത്രീകൾക്കിടയിലെ സംരംഭകത്വം ശക്തിപ്പെടുത്തുന്നതിനും സാമൂഹിക സംരംഭങ്ങളുടെ വളർച്ച വേഗത്തിലാക്കുന്നതിനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയോടെയുള്ള ഈ സംരംഭത്തിലൂടെ ജീവികയിലെ അംഗങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കും. പഞ്ചാബിലെ പ്രളയ സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി ഭഗവന്ത് മാനുമായി സംഭാഷണം നടത്തിയ പ്രധാനമന്ത്രി എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകി. ഓഗസ്റ്റ് 1 മുതൽ ആരംഭിച്ച വെള്ളപ്പൊക്ക കെടുതികളിൽ 29 പേർക്കാണ് പഞ്ചാബിൽ ജീവൻ നഷ്ടമായത്. 96,061 ഹെക്ടർ ഭൂമിയിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. വിളനാശം നേരിട്ട കർഷകർക്ക് എല്ലാ സഹായങ്ങളും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉറപ്പു നൽകി. കഴിഞ്ഞ 55 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും കനത്ത മഴയാണ് പഞ്ചാബിൽ ഇക്കുറി അനുഭവപ്പെടുന്നത്. ഗുരുദാസ്പൂർ, അമൃത്സർ, ഫാസിൽക്ക, ഫിറോസ്പൂർ, പത്താൻകോട്ട് തുടങ്ങി 12 ജില്ലകളിലാണ് രൂക്ഷമായ കെടുതികൾ. ഡൽഹി മേഖലയിൽ യമുന നദിയിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുന്നു. മയൂർ വിഹാർ, യമുന ബസാർ തുടങ്ങിയ മേഖലകളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചു. പഴയ റെയിൽവേ പാലവും അടച്ചിട്ടിരിക്കുകയാണ്. ഹരിയാനയിലെ ഹഥിനികുണ്ട് ബാരേജിൽ നിന്നും വൻതോതിൽ ജലം തുറന്നുവിടുന്ന സാഹചര്യത്തിൽ ഡൽഹി സർക്കാർ പ്രളയ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ഉയർന്ന മേഖലകളിൽ മണ്ണിടിച്ചിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ദുരിതബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഡെറാഡൂൺ, ഉത്തരകാശി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ ബനിഹാളിലും സമീപ പ്രദേശത്തും അനുഭവപ്പെടുന്ന കനത്ത മഴ ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തി. കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാതയാണിത്. പാതയിൽ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഗതാഗത നിരോധനം. ജമ്മുകശ്മീരിലെ ത്രികുട കുന്നുകളിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് ശ്രീ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം തുടർച്ചയായ 8ാം ദിവസവും തടസ്സപ്പെട്ടു. മഴയും മണ്ണിടിച്ചിൽ ഭീഷണിയും കണക്കിലെടുത്താണ് തീരുമാനം. കാലാവസ്ഥയിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി യാത്ര നിർത്തിവയ്ക്കുന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓണാഘോഷ തിരക്കിൽ കേരളം. തിരുവോണത്തിന് ഇനി 3 നാൾ മാത്രം. നഗര ഗ്രാമ ഭേദമന്യേ ഓണവിപണി സജീവമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചലച്ചിത്ര താരങ്ങളായ ബേസിൽ ജോസഫും ജയം രവിയും മുഖ്യാതിഥികളാകും. ഇന്നു മുതൽ തലസ്ഥാന നഗരി ദീപാലംകൃതമാകും. സെൻട്രൽ സ്റ്റേഡിയം, മ്യൂസിയം ഉൾപ്പെടെ 33 വേദികളിലായി ഈ മാസം 9 വരെ വിവിധ കലാപരിപാടികളാണ് വാരാഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറുക. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക വളരെ പ്രധാനമാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷമീർ VK ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അപ്പം നമുക്ക് 2 രീതിയിലാണ് ഇതിനെ നമുക്ക് തടയാൻ പറ്റുന്നത്. ഒന്ന്, നമ്മുടെ വെള്ളം ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ കിണറിലെ വെള്ളം, ടാങ്കിലെ വെള്ളം, ഇതെല്ലാം വളരെ ശുദ്ധമായി നിലനിർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ കൂടെ തന്നെ കൃത്യമായ കാലയളവിൽ കൃത്യമായ അളവിൽ ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. രണ്ടാമത്തത്, എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ അമീബ വളരുന്ന ഒരു വെള്ളമാണെങ്കിൽ അതിന് നമ്മുടെ മൂക്കിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മൾ മൂക്കിൽ പറ്റുന്നത്രയും ഒരു ക്ലിപ്പ് ഉപയോഗിച്ച മൂക്കിൽ വെള്ളം കയറാത്ത രീതിയിൽ നീന്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ശ്രമിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കും. 29,81,310 പേരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ 5,595 പേർ പ്രവാസികളാണ്. തിരുത്തലിന് 13,859 അപേക്ഷയും വാർഡ് മാറ്റാൻ 1,80,793 അപേക്ഷയും ലഭിച്ചു. പേരൊഴിവാക്കാൻ 3,806 പേരാണ് അപേക്ഷ നൽകിയത്. 28,731 പേരെ നീക്കാൻ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വമേധയാ നോട്ടീസ് നൽകി. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരം ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സിംഗപ്പൂർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. ജർമ്മൻ വിദേശകാര്യമന്ത്രി യുഹാൻ ഡേവിഡ് വാഡെഫുൾ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഇന്ന് രാവിലെ ബംഗളൂരുവിലെത്തിയ അദ്ദേഹം ISRO സന്ദർശന ശേഷം ഡൽഹിയിലേക്ക് തിരിക്കും. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, S ജയശങ്കർ എന്നിവരുമായി നാളെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇൻഡോ പസഫിക് മേഖലയിലും ആഗോളതലത്തിലും ഇന്ത്യയ്ക്ക് നിർണായക സ്ഥാനമാണുള്ളതെന്ന് സന്ദർശനത്തിന് മുന്നോടിയായി ജർമ്മൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. US ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പുരുഷ സിംഗിൾസിൽ ലോക 2ാം നമ്പർ താരം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ചെക്ക് താരം ജിൻ ലെഹിച്ചിയെ നേരിടും. നാളെ നടക്കുന്ന മത്സരത്തിൽ നൊവാക് ജോക്കോവിച്ച് ടെയ്ലർ ഫ്രിറ്റ്സിനെയും നേരിടും. വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ നാളെ നിലവിലെ ചാമ്പ്യൻ ആര്യന സെബലങ്ക ചെക്ക് താരം വൻഡ്രോസോവയുമായും നവോമി ഒസാക്ക കരോലിന മുച്ചോവയുമായും ഏറ്റുമുട്ടും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 2:30 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വൈകുന്നേരം 6:45 തൃശൂർ ടൈറ്റൻസ് അദാനി ട്രിവാൻഡ്രം റോയൽസുമായും ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 800 പിന്നിട്ടു. 2000-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. നങ്കർഹാർ, കുനാർ പ്രവിശ്യകളിൽ ഞായറാഴ്ച രാത്രിയാണ് റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. സുഡാനിലെ മാര മലനിരകളിൽ ഇന്നലെയുണ്ടായ കനത്ത മണ്ണിടിച്ചിലിൽ 1000-ലേറെ മരണം. സുഡാന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ദുരിതാശ്വാസ പ്രവർത്തനത്തിനും മൃതദേഹങ്ങൾ കണ്ടെത്താനും ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും സഹായം സുഡാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 344 പോയിന്റ് ഉയർന്ന് 80,709-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 116 പോയിന്റ് നേട്ടത്തിൽ 24,741-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു സിറ്റി യൂണിയൻ ബാങ്കിന്റെ 120ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾ ചെന്നൈയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുമായി ചേർന്ന് സെമി കണ്ടക്ടർ മേഖലയിൽ മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ ലോകം സന്നദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഞ്ചാബിൽ പ്രളയക്കെടുതി രൂക്ഷം. സംസ്ഥാനത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര സർക്കാർ. ഉത്തരാഖണ്ഡിലും മഴക്കെടുതികളിൽ ജനജീവിതം ദുരിതത്തിൽ. യമുനാ നദിയിൽ ജലനിരപ്പ് അപകടകരമായ നിലയിലേക്ക്. പ്രളയ മുന്നറിയിപ്പ് നൽകി ഡൽഹി സർക്കാർ. ഓണാഘോഷ തിരക്കിൽ കേരളം. തിരുവോണത്തിന് ഇനി 3 നാൾ മാത്രം. സംസ്ഥാനത്ത് ഓണവിപണി സജീവം.
US ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.